ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇത് മീൻ കൂട്ടാനാണ് കേട്ടോ. നല്ല തേങ്ങ അരച്ചൊഴിച്ച് വെച്ച മീൻ കൂട്ടാനാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും സൂപ്പറായിട്ടൊക്കെ മീൻ കൂട്ടാനൊക്കെ വെക്കൂലേ. അപ്പോൾ ഒരു ദിവസം ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കണേ. അപ്പോൾ അതാ മീൻ കൂട്ടാനിക്കുള്ള എല്ലാ സാധനവും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റെഡിയാക്കി വെച്ചാലേ നമ്മുടെ പണി വേഗം തീരുമല്ലോ. അരമുറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സൈസ് വെല്ലുള്ളി അതേപോലെ ചതച്ച് വെച്ചിരിക്കണം. ഒരു 5 തക്കാളി, മീഡിയം സൈസ് 5 തക്കാളി ചതച്ച് വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. മീനും കഴുകി വെച്ചിട്ടുണ്ട്. 1.5 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പിടി അളവിന് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കണം. ഒരു പോള അളവിന് വെളുത്തുള്ളി ഞാൻ പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ സെറ്റ് ആയിക്കണം കേട്ടോ. നമുക്ക് മീൻ കൂട്ടാൻ ഉണ്ടാക്കാം. ഇതാ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ഒന്ന് കാഞ്ഞു വന്നിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നു. ഓയിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 സ്പൂൺ അളവിന് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 സ്പൂൺ ഇട്ട് കൊടുത്തത് കേട്ടോ. ഉലുവ ഒന്നൊന്ന് ലൈറ്റായിട്ട് ഒന്ന് ചുവപ്പ് കളറായാൽ മതി. നല്ല കണ്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ചാറ് കഴിക്കൂട്ടോ. അതുകൊണ്ട് ലൈറ്റായിട്ട് ചുവപ്പ് കളറായതും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട് ഈ 3 കൂട്ടിയെടുക്കാം. കുറച്ചാണ്ട് ഉപ്പിട്ടിട്ടേ ഒന്നൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് ഉണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം സിമ്മിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചാറ് കരിഞ്ഞു പോകുവേ. ഇങ്ങനെ നമ്മൾ എണ്ണയിലിട്ടിട്ട് നല്ലൊന്ന് ഇളക്കി എടുക്കുമ്പോൾ ചാറ് നല്ലൊരു കളർ കിട്ടും കേട്ടോ. അതിനാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കണതേ. എല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചുവപ്പ് കളറായിട്ടുണ്ട് കേട്ടോ. അധികം കരിയാൻ വെക്കരുതേ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും വലിയ ഉള്ളി ഇട്ടിട്ട് ഈ രണ്ടും പാടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് വേവിച്ചതാ. കുറച്ചൊക്കെ എണ്ണ ഒന്ന് മേലെ പിരിഞ്ഞു വന്നിക്കണല്ലോ. ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ പുളിവെള്ളം അതിൽ കണ്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ചാറ് പെട്ടെന്ന് നമ്മുടെ ഈ ചാറ് വെന്ത് വരുള്ളൂ. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ എണ്ണയിലിട്ട് വഴറ്റിയല്ലോ, അത് കാരണം പെട്ടെന്ന് വെന്ത് വരും. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഒഴിച്ച് പുളിവെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും പുളിയൊക്കെ ഇപ്പം നോക്കണം കേട്ടോ. ഉപ്പും പുളിയൊക്കെ നോക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് വരും ചാറ്. അപ്പോൾ നമ്മളൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചതിന് ശേഷം ചാറൊക്കെ ഒന്ന് കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മത്തി ഓരോന്ന് എടുത്തിട്ട് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പതുക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കയ്യിലും കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മീന് മുള്ളു മാത്രമായിട്ട് വരും. അതുകൊണ്ട് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഒന്നൊന്ന് തിളച്ച് നമുക്ക് പെട്ടെന്ന് ഓഫാക്കണം കേട്ടോ. നല്ല തിളക്കാൻ വെക്കണ്ട. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിള വന്നതും നമുക്ക് ഓഫാക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഓഫാക്കാം. നമ്മുടെ അടിപൊളി മീൻ കൂട്ടാൻ റെഡി ആയിട്ടില്ലേ. കാണാൻ ചന്തല്ലേ, നല്ല ചന്തല്ലേ കാണാൻ. അതേപോലെ തന്നെ കേട്ടോ, കൂട്ടാനും ഭയങ്കര രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ മീൻ കൂട്ടാന്. എന്നിട്ട് വെച്ച് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിലേക്ക്